ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ലിഡ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഉള്ളിലുള്ള ആ ഭാഗമില്ലേ, ആ ഭാഗം നന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് ബോട്ടിലായാലും മതി, ക്യാപ്പും ബോട്ടിലും ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ആ ലിഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെയും ആ ഒരു റിങ് ഇല്ലേ, ആ ഒരു റിങ്ങാണ് കേട്ടോ നമുക്ക് വേണ്ടത്. രണ്ടിൻ്റെയും റിങ്ങാണ് വേണ്ടത്. നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ 2 പീസ് നമ്മൾ കട്ട് ചെയ്തത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തുണികളാണ് കേട്ടോ. ഇത് നമ്മുടെ പഴയ ബെഡ്ഷീറ്റിലൊക്കെ നല്ല ഭാഗങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ വെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുണി എടുക്കുക, എന്നിട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്യണം. പിന്നെ ഇതാ ഒരു പീസ് എടുത്ത് ഇങ്ങനെ മടക്കി ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഇതിൻ്റെ കട്ടിങ് ഒന്നും കാണാതെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ലിഡിൻ്റെ ആ ഒരു റിങ്ങില്ലേ, ആ റിങ് ഇതാ ഇതേപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട്. അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. ഇത് ലിഡ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഉള്ളിലോട്ട് തന്നെ കയറി പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ ഇത് വലിയതാണെങ്കിൽ അതിനെ വലുതാക്കി കൊടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തുണി കട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഭംഗിയാക്കി കൊടുക്കണം. ഒന്നുകിൽ ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം, നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു സൂചി നൂലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. മീൻസ് കുറേ ഗ്യാപ്പിട്ട് തുന്നിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ സൂചി അതിൽ കൂടെ ഇങ്ങനെ കടത്തിയെടുക്കുക നൂല് വിട്ടിട്ട്, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഫുൾ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫുൾ റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വലിച്ചു കൊടുക്കുക. 2 എൻഡുകളും നമ്മളിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടി ബാക്കിലോട്ട് ഇങ്ങനെയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഇതേപോലത്തെ പെന്നോ ചീർപ്പോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്കിതിങ്ങനെ വോളുമിലോ ഡോർമിലോ ഒക്കെ തൂക്കിയിടാം. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാനായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയുള്ള ഒരു പീസായിട്ടും ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ്. ഇനി വേറൊരു ടൈപ്പും കൂടെ കാണാം കേട്ടോ. അതിനായിട്ട് നമ്മൾ വേറൊരു ഫ്രെയിം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ. എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ പിക്ചറുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമ്മുടെ ആ ഒരു ലിഡിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ആ റിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് എക്സസൈസ് നിൽക്കുന്ന ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ സൂചി നൂല് എടുത്തിട്ട് ഫുൾ ചുറ്റും നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കാം. നേരത്തെ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, കുറേ ദൂരെ ഇട്ടിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഞാൻ ഹാൻഡിൽ കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാങ് ചെയ്തിടാൻ കൂടെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹാൻഡിലുള്ളത് കളയാൻ മറന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 സൈഡിലും ത്രെഡ് ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്ത ത്രെഡും അതേപോലെ എൻഡ് ചെയ്ത ത്രെഡും കൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് കെട്ടുന്നേക്കാളും നന്നായിട്ടിരിക്കും നമ്മൾ ഇതാക്കി കഴിഞ്ഞു. പക്ഷേ ഞാനതൊന്നുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണമെങ്കിൽ ആ ഫ്രെയിമൊക്കെ നമുക്ക് കളറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു പിക്ചറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വരച്ചതാണെന്നേ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫോണിലൊക്കെ ഡെക്കോർ ചെയ്യാം. അപ്പോൾ അടി എങ്ങനെയുണ്ട്, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരാം.